2 തവണ ഇടതുപാളയത്തിൽ മത്സരിച്ച MLA-യായ കെ അജിത്ത് ഇത്തവണ BJP പാളയത്തിലാണ് NDA സ്ഥാനാർത്ഥിയായി വൈക്കത്ത് വോട്ട് തേടുന്നത്. താൻ MLA ആയ കാലത്ത് തുടങ്ങിയ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനോടൊപ്പം വമ്പൻ വികസന പദ്ധതികളാണ് അജിത്ത് ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നത്. വികസന പദ്ധതികളുടെ സമ്പൂർണ്ണ രൂപരേഖ പ്രധാനമന്ത്രിക്ക് നൽകിയെന്നും ഇലക്ഷൻ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി വിശദമായി ചർച്ച നടത്തുമെന്നും അജിത്ത് പറയുന്നു. വൈക്കത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളെപ്പറ്റി കെ അജിത്ത് വൈക്കം വാർത്തയോട് സംസാരിക്കുന്നു. നമുക്ക് ഇവിടെ വൈക്കത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പിൽഗ്രിം ടൂറിസത്തിന്റെ ഭാഗമായി വളരെക്കാലം വൈക്കത്ത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കായലിലെ നടുക്കൊരു നടരാജ വിഗ്രഹത്തെക്കുറിച്ചും അത് വരുന്നാളുള്ള സാധ്യതകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇതുവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പണവും ടോക്കണും ഒക്കെ വെച്ചിട്ട് പോലും അതിനകത്തൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വൈക്കവും കുമരവും ക്ലബ് ചെയ്ത് വരുന്ന ഒരു വൈക്കം ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ ടൂറിസം മേഖലയിൽ ഉദ്ദേശിക്കുന്നത്. അത് എയിംസിന് അനുയോജ്യമായ സ്ഥലം വൈക്കത്ത് നമ്മുടെ ഹിന്ദുസ്ഥാൻ ഉസ്മാൻ ഫാക്ടറിയുടെ സ്ഥലം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തിട്ട് കിടപ്പുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് വിട്ടുവരികയാണെങ്കിൽ അങ്ങോട്ട് ആവശ്യമായ അടിസ്ഥാന വികസനങ്ങൾ എത്തിച്ചു തരികയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദ ജലത്തെ കൊണ്ടുള്ള ശ്രമം ഉണ്ടാകും. വൈക്കത്ത് ആശുപത്രിയുടെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കാർഡിയാക് യൂണിറ്റ് കൊണ്ടുവരിക എന്നത് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ആ കാർഡിയാക് യൂണിറ്റ് ഇവിടെ കൊണ്ടുവരും. കുടിവെള്ളക്ഷാമം തീരദേശ മേഖലയിൽ വലിയ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അത് വൻകിട പദ്ധതിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ ഉപ്പുവെള്ളം ട്രീറ്റ് ചെയ്ത് കുടിവെള്ളമാക്കുന്ന സംവിധാനം പോലെ വേമ്പനാട് കായലിലെ വെള്ളം ട്രീറ്റ് ചെയ്ത് ആ മേഖലയിലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മടവീഴ്ചയും വെള്ളപ്പൊക്കവുമാണ്. അതുകൊണ്ട് ഉൾനാടൻ ഗതാഗതത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇടത്തോടുകളും നമ്മുടെ കനാലുകളും ഡീപ്പൻ ചെയ്ത് വെള്ളം ഒഴുകി വരാനും ആ ഒഴുകി വരുന്ന വെള്ളം വേമ്പനാട് കായലിൽ എത്തിച്ചേരുമ്പം കായലിൽ എക്കൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആ എക്കലും കൂടി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് കിഴക്കൻ വെള്ളം ഒഴുകി പടിഞ്ഞാറ് കായലിൽ എത്തിച്ചേരും. അപ്പോൾ ഈ മടവീഴൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മട സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കേജ് കൂടി ഈ കുട്ടനാട് പാക്കേജ് എന്ന പോലെ തന്നെ ഒരു പുതിയ പാക്കേജ് വൈക്കത്തിന് വേണ്ടി മാത്രമായി ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല. അത് കൊണ്ടുവരുന്നതിനുള്ള ഒരു കോളേജ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഇലക്ഷൻ്റെ ഇടയ്ക്ക് തിരക്ക് കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ക്ഷണിച്ചിട്ടുണ്ട്. കന്നിയംഗത്തിനിറങ്ങിയിരിക്കുന്ന P. പ്രദീപാണ് വൈക്കത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. യുവജന പ്രസ്ഥാനങ്ങളിലൂടെ സമരരംഗത്തും സംഘടനാ രംഗത്തും കഴിവ് തെളിയിച്ചാണ് P. പ്രദീപ് CPI ജില്ലാതല കമ്മിറ്റിയിൽ എത്തിയത്. സാധാരണക്കാരുമായി ഇടപഴകിയുള്ള പ്രവർത്തന ശൈലിയാണ് പ്രദീപിൻ്റെ ജനകീയ അടിത്തറ. CK ആശ MLA തുടക്കം കുറിച്ച വികസന പ്രവർത്തനങ്ങളായ വൈക്കം വെച്ചൂർ റോഡ്, വൈക്കം സർക്കാർ ആശുപത്രി, നേരേക്കടവ് മാക്കേക്കടവ് പാലം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുകയാണ് P. പ്രദീപിൻ്റെ ആദ്യ ലക്ഷ്യം. വൈക്കത്തെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുക, കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക, ഉന്നതതല വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റം, ഇതൊക്കെയാണ് പ്രദീപ് ലക്ഷ്യം വയ്ക്കുന്നത്. പ്രദീപ് വൈക്കം വാർത്തയോട് തൻ്റെ വികസന ലക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. പ്രാദേശികമായ ടൂറിസത്തെ, ഉത്തരവാദിത്ത ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി ഉൾനാടൻ ജലാശയങ്ങൾ, ബാക്ക് വാട്ടർ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ജനകീയമായി ടൂറിസത്തെ കുറച്ചൊരു ജനങ്ങൾക്ക് കൂടി പങ്കാളിത്തത്തോടു കൂടിയ ഒരു ടൂറിസം പദ്ധതി വൈക്കത്ത് നടപ്പിലാക്കും. അതുവഴി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കൂടി അവർക്ക് വരുമാനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള ഒരു ടൂറിസം പദ്ധതി കൂടി നടപ്പിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. മറ്റൊന്ന്, നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ പലതും ഇന്ന് തകർച്ചയിലാണ്. അത് പല കാരണങ്ങളുണ്ട്. അതിൽ ആ വിഷയങ്ങളെ പരിഹരിക്കുന്നതിനും നമുക്ക് പരമ്പരാഗത വ്യവസായങ്ങളായിട്ടുള്ള കയറ്, ചെത്ത് വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകണം. മറ്റൊന്ന്, നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലായി വൈക്കത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള, സർക്കാർ തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ വളരെ ശക്തമായി നടത്തും. യാത്രാ സൗകര്യങ്ങൾ കൂടുതലായി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ
പദ്ധതികൾ ആവിഷ്കരിക്കും, നടപ്പിലാക്കും. വൈക്കത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും പ്രദീപിന് പദ്ധതിയുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രഷറിൽ കൂടുതൽ വെള്ളം അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പഴയ പൈപ്പുകളെല്ലാം പൊട്ടിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകും. അപ്പോൾ കൂടുതൽ വെള്ളം നഷ്ടമാകാനും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഷറിലേക്ക് മറ്റുള്ള ആൾക്കാർക്ക് പോലും കിട്ടാത്തൊരു സ്ഥിതി കൊണ്ടാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും കുടിവെള്ളം കൃത്യസമയത്ത് എത്താതെ വരുന്നത്. അല്ലാതെ വൈക്കത്ത് ഒരു കുടിവെള്ള പദ്ധതി നിലവിലെ വൈക്കം മണ്ഡലത്തിലെ വൈക്കത്തെ ജനങ്ങൾക്ക് വേണ്ടിയുണ്ട്. അപ്പൊ അതിന്റെ ശേഷി വർദ്ധിപ്പിക്കും. അത് ഇത്രയും കാലമായതുകൊണ്ട് ഇപ്പൊ അതിനേക്കാൾ ഉപഭോക്താക്കളുടെ എണ്ണം കൂടി, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് ഉപഭോക്താക്കൾ ഇപ്പോഴുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ശേഷി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കി അതിന്റെ ടാങ്കിന്റെ അപ്പുറത്ത് വർദ്ധിപ്പിച്ചും പഴയ പൈപ്പുകൾ മാറ്റിയിട്ടും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നല്ല പ്രഷറിൽ നമുക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കും. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് തലയാഴം പഞ്ചായത്ത് പ്രസിഡന്റായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നേട്ടവുമായാണ് കെ ബിനിമോൻ UDF സ്ഥാനാർത്ഥിയായി വൈക്കത്ത് മത്സരിക്കുന്നത്. കെ ബിനിമോൻ വൈക്കത്ത് സാധ്യമാകുന്ന വികസന പദ്ധതികൾ വൈക്കം വാർത്തയുമായി പങ്കുവയ്ക്കുന്നു. അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ തൊഴിൽ സംരംഭങ്ങൾ അല്ലെങ്കിൽ തൊഴിലിടങ്ങൾ ഉണ്ടാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ നല്ലവരായ ആൾക്കാരോടുമായി ആലോചിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് തെരഞ്ഞെടുത്ത് ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് എനിക്ക് തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് ടൂറിസത്തിന്, റെസ്പോൺസിബിൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൂടെ ആ പ്രദേശത്തിന്റെ ഒരു വലിയ സമഗ്ര വികസനം ഉണ്ടാവും. അവിടെയുള്ള പാവപ്പെട്ട സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കും. അവിടെയുള്ള പ്രാദേശികമായ ഒരു വാണിജ്യ വ്യാപാരം എല്ലാത്തിനും നല്ല രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകും. ആ മേഖല വികസിക്കും. 3 മുന്നണി സ്ഥാനാർത്ഥികളെ കൂടാതെ BSP SUCI സ്ഥാനാർത്ഥികളും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമടക്കം 7 പേരാണ് വൈക്കത്തെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. ത്രികോണ മത്സര പ്രതീതി ഉയർത്തിയാണ് 3 മുന്നണികളുടെയും പ്രചരണം മുന്നേറുന്നത്. പ്രചരണം തീരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വിയർപ്പൊഴുക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ന്യൂസ് ടീം, വൈക്കം വാർത്ത.